മാഡം, നമ്മുടെ പേഷ്യൻസ് വ്യായാമമൊക്കെ ചെയ്യുന്നവരാണ്. ഇനി എക്സസൈസിന്റെ കാര്യത്തിൽ പ്രമേഹ രോഗികൾ ചെയ്യുന്ന അബദ്ധങ്ങൾ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പേഷ്യന്റ് വന്നുപോയായിരുന്നു, അവർ പറഞ്ഞത് കേട്ടില്ലേ, കാലുവേദനയാണ്, കൈവേദനയാണ്, എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഇവർ എക്സസൈസ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നു. അവരുടെ ഹസ്ബൻഡ് പറഞ്ഞില്ലേ നമ്മളോട്, ഇത് തന്നെയാണ് പ്രശ്നം. എന്നും പ്രമേഹ രോഗികൾ വ്യായാമം ചെയ്യണം. ഒരു 15 to 20 മിനിറ്റെങ്കിലും അവരുടെ കൈയും കാലും വീശി ഒന്ന് നടന്നാൽ മതി. മനസ്സിലായി? ഇത് പ്രമേഹം കൺട്രോളിൽ വരാൻ. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ പൊണ്ണത്തടി ഉള്ളവരിൽ, ഫാറ്റി ലിവർ ഉള്ളവരിലൊക്കെ കാണുന്നതാണ്. ഇൻസുലിൻ ഉണ്ട്, പക്ഷേ ഇൻസുലിൻ പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ആ പൊണ്ണത്തടിയൊക്കെ തന്നെയാണ്. മനസ്സിലായോ? ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊന്ന് കൈയും കാലും വീശി ഒന്ന് ഉഷാറായി രാവിലെയും വൈകിട്ടോ അല്ലെങ്കിൽ ഒരു നേരെങ്കിലും ഒരു 15-20 മിനിറ്റ് നടക്കാൻ ശ്രദ്ധിക്കണം. മാഡം, മരുന്ന് കഴിക്കുന്നതിൽ പ്രമേഹ രോഗികൾ എന്തെല്ലാം അബദ്ധങ്ങളാണ് ചെയ്യാറുള്ളത്? മെഡിസിൻസ് അല്ലെങ്കിൽ മരുന്നുകളുടെ കാര്യത്തിലും പ്രമേഹ രോഗികൾ ഒരുപാട് അബദ്ധം ചെയ്യാറുണ്ട്. പല രോഗികളും എന്താ ചെയ്യുക വെച്ചാൽ, അവർ കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ മരുന്ന് കഴിക്കും, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ മരുന്നുകൾ കഴിക്കില്ല. ഇത് വളരെ വലിയൊരു തെറ്റാണ്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പോലെ കറക്റ്റായിട്ട് മെഡിസിൻസ് കഴിക്കണം. മനസ്സിലായോ? പലരും ഇൻസുലിൻ, ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ അന്ന് ഇൻസുലിൻ കൂട്ടിയെടുക്കും. അത്തരത്തിലുള്ള ചികിത്സാ രീതിയൊന്നുമില്ല. ഭക്ഷണം കൺട്രോളിൽ പോവുക, ഡോക്ടർ പറഞ്ഞ പോലെ മരുന്നുകൾ കഴിക്കുക. അതൊന്നാമത്തെ കാര്യം. മരുന്നിൻ്റെ കാര്യത്തിൽ പല പ്രമേഹ രോഗികളും ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട്. അതെന്താണെന്നറിയോ? ഡോക്ടറെ കാണിക്കാൻ വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ മുതൽ മരുന്നങ്ങ് നിർത്തിവെക്കും. ഇത് എന്തിനാന്ന് വെച്ചാൽ, അവർ ചിന്തിക്കുന്നത് ഡോക്ടർ അറിയട്ടെ മരുന്ന് നിർത്തിയാൽ അവരുടെ ഷുഗർ എങ്ങനെയുണ്ടെന്ന്. എന്നാൽ ഡോക്ടറിന് അറിയേണ്ടത് എന്താണെന്നറിയോ? മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഷുഗർ കൺട്രോളിലാണോ, ആ മരുന്നിൻ്റെ ഡോസ് കൂട്ടണോ, മരുന്നിൻ്റെ ഡോസ് കുറക്കണോ, ഇതാണ് ഡോക്ടറിന് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണിക്കാൻ വരുന്ന ആ ദിവസം കൂടി ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുന്നേ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു തെറ്റുണ്ട്. രാവിലെ FBS PPS നമുക്കറിയാം, ഭക്ഷണത്തിന് മുന്നേ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് പ്രമേഹ രോഗികൾ ചെക്ക് ചെയ്യുക. ഭക്ഷണത്തിൻ്റെ മുന്നേ ഓക്കെ, മരുന്നൊന്നും കഴിക്കേണ്ട. പക്ഷെ ഭക്ഷണം കഴിഞ്ഞിട്ട് മരുന്നും എടുത്തിട്ട് വേണം അവർ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ ചെക്ക് ചെയ്യാൻ. പക്ഷെ പല രോഗികളും അന്നത്തെ ദിവസം മരുന്നെടുക്കില്ല. ഇത് തെറ്റാണ്. കാരണം അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ കൂടുതലായിരിക്കും. പ്രമേഹ രോഗികൾ കൂടുതലായിട്ട് ചെയ്യുന്ന അബദ്ധങ്ങളെ പറ്റി മാഡം വിശദീകരിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വിവരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക.